മഷയിട്ട് നോക്കിയാൽ കിട്ടത്തില്ലായിരിക്കാം. സോദരൻ എന്നെ ഇന്ന് കേൾക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളെ നോക്കി പരിശുദ്ധാത്മ പറയുന്ന ശക്തമായ ദൂത്, ഇനി നടക്കുന്ന കാലമല്ല, ഇനി ഓടുന്ന കാലമാണ്. ഓടണമെങ്കിൽ രണ്ട് കാര്യം വിട്ടേ പറ്റത്തുള്ളൂ. ഒന്ന് ഭാരം വിടണം, രണ്ട് പാപം വിടണം. ഇത് രണ്ടും വിടാതെ ഓടാൻ പറ്റത്തില്ല. ഭാരവും വിടണം, പാപവും വിടണം. കേൾക്കുന്നു എല്ലാരും കേൾക്കുന്നു. ഭാരവും വിടണം, പാപവും വിടണം. ഇത് രണ്ടും വിടാതെ ഓടാൻ പറ്റത്തില്ല. സ്തോത്രം. ഇത് രണ്ടും ഹോൾഡ് ചെയ്യുന്നൊരു വിഷയമാണ്. ഓട്ടത്തിന് നമ്മളെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന രണ്ട് വിഷയം ഭാരം, സ്തോത്രം. രണ്ടിനും പരിഹാരം മനുഷ്യന്റെ കയ്യിലില്ല, യേശുവിന്റെ കയ്യിലുണ്ട്. ഭാരത്തിനും പരിഹാരം യേശുവിന്റെ കയ്യില്, പാപത്തിനും പരിഹാരം യേശുവിന്റെ കയ്യില്. കർത്താവ് പറയുന്നത്, നിന്റെ ബേർഡൻ എന്താണ്? നീ ഏതിനെ ബേർഡൻ ചെയ്തുകൊണ്ടാണ് ഭയങ്കരമായി ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നത്? ഏത് വിഷയമാണ്? ആ ഭാരത്തെ എന്റെ കയ്യിലോട്ടൊന്ന് കൈമാറാൻ പഠിക്കുക. 2026 ഓടാൻ തയ്യാറുള്ളവർക്ക് ആത്മാവിലൊരു മർമ്മം ഞാൻ പറയാൻ പോവാ. ആമേ, 2026 ഓടാൻ തയ്യാറുള്ളവർ ഇങ്ങനൊരു കാര്യം ലെസൺ ചെയ്തോ. ആമേ, ഇന്ന് പോലെ കേട്ടോ, ഈ ഭാരം ഒന്ന് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഓടാൻ തയ്യാറാകാൻ. എത്ര പേർ കേൾക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾ രണ്ടുപേരെ ഇന്ന് കോട്ട് ഇട്ടിട്ടുള്ളൂ. പീറ്റർ ജെയിംസ് അച്ഛൻ മുമ്പോട്ട് വന്നിട്ട്, എന്റെ കയ്യിൽ ഭയങ്കര ഒരു ഭാരം ഇരിക്കുക. സോദരൻ, ഞാൻ എന്നെ എന്നറിയാമോ, ഈ ഭാരത്തെ എടുത്തിട്ട് ആമേ ജെയിംസ് അച്ഛന്റെ തോളിലോട്ട് വെച്ചിട്ട് ഞാൻ ഓടാൻ പോവാ. മനസ്സിലാവും? എല്ലാവരും കേൾക്കുന്നുണ്ടോ? കർത്താവിന്റെ കയ്യിലോട്ട് ഈ ഭാരത്തെ ഒന്ന് കൈമാറിയേച്ച്. മനസ്സിലാവുന്നുണ്ട്? എല്ലാവരും കേൾക്കുന്നുണ്ട്? ഇത് കർത്താവ് പറഞ്ഞൊരു ദൂതാണ്. എന്റെ കയ്യിൽ ഭാരം ഇരിക്കട്ടെ, ഈ തോളിലിരിക്കുന്ന ഭാരം കർത്താവിന്റെ കയ്യിലോട്ട് ഒന്ന് കൊടുത്തേച്ച് കർത്താവ് ഇവിടെ അനങ്ങുന്നില്ല. കർത്താവ് ഇവിടെ അനങ്ങുന്നുണ്ടോ? കർത്താവ് ഇവിടെ അനങ്ങുന്നില്ല. കർത്താവ് ഭാരം എടുത്ത് കൈ വെച്ചിട്ട്, മോനെ നീ ഓടിക്കൊള്ളാനാ പറഞ്ഞേക്കണേ. കേൾക്കുന്നുണ്ടോ? എന്റെ കയ്യിലുള്ള ഒത്തിരി കയ്യിലിരിപ്പുകളുണ്ട്, പാപമുണ്ട്. ആ പാപത്തെ എല്ലാം കൂടെ ഞാൻ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയും, കർത്താവേ നിന്റെ കയ്യിലോട്ട് ഞാൻ തരുവാ, എന്റെ ശിക്ഷാവധി നിന്റെ മേലായി. കേൾക്കുന്നുണ്ടോ? എല്ലാരും കേൾക്കുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കയ്യിലേക്ക് ഭാരവും പാപവും വെട്ടിട്ട് കാലാളുകളോടുകൂടെ ഓടാൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. 2026 പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്ന ഒരു ദൂത്, നീ ഓടുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. നിന്റെ കൂടെ സാക്ഷികളുടെ എത്ര വലിയ സമൂഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം വേറൊന്നുമല്ല. അവരുടെ ലക്ഷ്യം ഇവിടുത്തെ യൂറോയിലല്ല. അവരുടെ ലക്ഷ്യം ഇവിടുത്തെ ജോലിയിലല്ല. അവരുടെ ലക്ഷ്യം ഇവിടുത്തെ എന്തോ ഒന്നിലല്ല. അവരുടെ ലക്ഷ്യം നിത്യതയാണ്. അവരുടെ ലക്ഷ്യം സ്വർഗമാണ്. അവർ ഓടിക്കൊണ്ടിരിക്കുക. കരമടിക്കുന്നത് നന്നായി കരമടിച്ച് ഒരു പത്തേ ഉള്ളൂ. നമ്മളെ ഹോൾഡ് ചെയ്യുന്ന വിഷയമാണ് ഭാരം, അല്ലേ? നമ്മളെ ഹോൾഡ് ചെയ്യുന്ന വിഷയമാണ്. ഈ പകലും സാക്ഷി പറഞ്ഞപ്പോൾ പലരും പറയുന്നത്, എന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, നിർത്തി വെച്ചിരിക്കുക, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സ്തോത്രം. ചിലര് ഭാരവും പാപം വന്നാൽ പിന്നെ പ്രാർത്ഥിക്കത്തില്ല, സഭായോഗത്തിൽ പിന്നെ അവരെ കാണത്തില്ല. സ്തോത്രം. പിന്നെ ഒരു കാര്യത്തിന് അവരെ കിട്ടത്തില്ല. ഭാരവും പാപവും വരുമ്പോ ഓടിയെടുക്കാൻ പറ്റുന്ന ഒറ്റ സംഗതിയുള്ളൂ, ഒരു കർത്താവിന്റെ സംഗതിയാണ്. നമുക്ക് കഴിയാത്ത കാര്യം കർത്താവിനോട് പറയണം. എല്ലാവരും കേൾക്കുന്നുണ്ടോ? നമുക്ക് കഴിയാത്ത കാര്യം കർത്താവിനോട് പറയണം. കർത്താവേ, എനിക്ക് പറ്റുന്നില്ല, പക്ഷെ നിനക്ക് സകലതും കഴിയും. സ്തോത്രം. ഒന്നാമത്തെ ദൂതിൽ പിടിച്ചോ. കർത്താവ് നമുക്ക് റിസീവ് ചെയ്യാൻ തരുന്ന ഏറ്റവും വലിയ ദൂത്, കാലാളുകളോടുകൂടെ ഓടി ക്ഷീണിക്കുവാൻ ഇടയാക്കരുത്. സ്തോത്രം. ഓടണം. കർത്താവ് നമ്മെ അതിനെ അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തിവരുത്തുന്നവനായ യേശുവിനെ നോക്കുക. ശ്രദ്ധിച്ചു നോക്കണം. ആരെ നോക്കണം? യേശുവിലേക്ക് നോക്കിയാൽ ഒരു കാര്യം, ഈ ഓട്ടക്കളത്തിൽ നമ്മൾ പട്ടുപോകത്തില്ല. നമ്മളെക്കാട്ടി ഉന്നതന്മാര്, ശ്രേഷ്ഠന്മാര്, കഴിവുള്ളവരൊക്കെ ഈ ഓട്ടക്കളത്തിൽ പകുതിക്ക് വെച്ച് പുസ്തകം മടക്കി വെച്ച് പോയി. എന്ന കർത്താവ് നമ്മളോട് പറയുന്നു, നിത്യകാനാനിൽ എത്തുന്നിടം വരെയും പാപവും ഭാരവും എല്ലാം വന്നാലും അതെല്ലാം കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവ്
കർത്താവിന്റെ സന്നിധിയിൽ നീ ഓടാൻ തയ്യാറാകുന്നെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളി. കർത്താവിനെ ധ്യാനിക്കണമെന്ന് പറഞ്ഞേക്കണേ. സ്തോത്രം. ഏത് സാഹചര്യത്തിൽ 2026 നമുക്കൊരു കാണണം, നമുക്കൊരു പ്രാർത്ഥനാ സ്ഥലം കാണണം. ഏത് സാഹചര്യത്തിൽ, ഏത് ഉയർച്ച വന്നാലും ഏത് താഴ്ച വന്നാലും ഓടിച്ചെല്ലാൻ ഒരു സന്നിധി കാണണം. സ്തോത്രം. ആ സന്നിധി കർത്താവിന്റെ സന്നിധിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ കാലാളുകളോട് ഓടുന്നത് സൂക്ഷിച്ചു നോക്കിയ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹത്തോട് ചേർന്നാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഓടുന്നത് അല്ലല്ല, നമ്മുടെ കൂടെ ഓടാൻ ഒത്തിരി ആൾക്കാരുണ്ട്. സ്തോത്രം.